ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങ് സംസാരിക്കാം. സാർ, ഇവിടെ നമ്മൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത് എന്താ? സംസ്ഥാനത്തെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള അഡീഷണൽ DGP അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ ദൂതനായി 2023 മെയ് 22-ാം തീയതി ഔദ്യോഗിക കാർ മാറ്റി പ്രൈവറ്റ് കാറിൽ മറ്റൊരു RSS നേതാവിനോടൊപ്പം, അത് അങ്ങ് പറഞ്ഞ RSS നേതാവൊന്നുമല്ല, കോൺഗ്രസ് നേതാവൊന്നുമല്ല, RSS നേതാവ് ഞാൻ പറഞ്ഞ നേതാവിനോടൊപ്പം RSSൻ്റെ ക്യാമ്പ് നടക്കുന്ന വിദ്യാമന്ദിർ സ്കൂളിൽ പോയി മണിക്കൂറുകളോളം ചർച്ച നടത്തി. ഈ ആരോപണം ആദ്യം ഉന്നയിച്ചത് ഞാനാണ് സെപ്റ്റംബർ 4-ാം തീയതി. എനിക്ക് ഈ വിവരം കിട്ടി 1 മാസം കിട്ടി. ശരിയാണോ എന്ന് 100% പരിശോധിച്ചിട്ടാണ് ഞാനൊരു ആക്ഷേപമായിട്ട് ഉന്നയിച്ചത്. സാർ, അത് ആദ്യം BJP പ്രസിഡന്റ്, നിങ്ങളുടെ സുഹൃത്ത്, ആദ്യം നിഷേധിച്ചു. സുരേന്ദ്രൻ ഉണ്ടയില്ലാത്ത വെടിയാന്ന് പറഞ്ഞു. RSS നേതാക്കൾ മാധ്യമങ്ങളിൽ വിളിച്ചു പറഞ്ഞു, ഹൊസബല എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറി 3 കൊല്ലക്കാലം തൃശ്ശൂരിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കാൻ പറഞ്ഞു. CPM നേതാക്കൾ നിഷേധിച്ചു. ചിലർ ചോദിച്ചു, എന്താ അജിത് കുമാർ കണ്ടതിൻ്റെ കുഴപ്പം? ഇപ്പം മറുപടി പറയാൻ പോണ പാർലമെന്ററി മന്ത്രി അടക്കം പറഞ്ഞു, എന്താ കുഴപ്പം? അദ്ദേഹം പാർട്ടിക്കാരനൊന്നും അല്ലല്ലോ, പാർട്ടിക്കാരൻ CPM കാരനല്ലല്ലോ. അല്ല, നിങ്ങളൊക്കെ പല കാര്യത്തിലും മറുപടി പറഞ്ഞു, CPM കാരനൊന്നും അല്ലല്ലോ അദ്ദേഹം എന്ന് പറഞ്ഞു. സാർ, ഞങ്ങളുടെ ചോദ്യം ഇതാണ്. 10 ദിവസത്തിനകം അദ്ദേഹം വേറൊരു സീനിയർ RSS നേതാവിനെ കാണുന്നു, റാം മാധവിനെ കാണുന്നു. എന്തിനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി RSS നേതാക്കളെ കാണാൻ ഈ അജിത് കുമാറിനെ പറഞ്ഞു വെച്ചത്? അപ്പൊ നിങ്ങൾ പറയും, യെസ്, നിങ്ങൾ പറയും മുഖ്യമന്ത്രി പറഞ്ഞിട്ടല്ല പോയത്. ഞാൻ വാദത്തിന് വേണ്ടി സമ്മതിക്കാം, വാദത്തിന് വേണ്ടി മുഖ്യമന്ത്രി പറഞ്ഞിട്ടല്ല, ഞാൻ ഒറ്റയ്ക്ക് പോയതാണ്. സർ, മെയ് 23-ാം തീയതി രാവിലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ടേബിളിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വരികയാണ്. ഇന്നലെ അഡീഷണൽ DGP ലോ ആൻഡ് ഓർഡർ RSS നേതാവുമായിട്ട് മണിക്കൂറുകളോളം സംസാരിച്ചു. സാർ, മുഖ്യമന്ത്രി അറിയാതെയാണ് പോയതെങ്കിൽ ഈ അജിത് കുമാറിനെ വിളിച്ച് പട്ടിൽ പൊതിഞ്ഞ ഒരു ശകാരമെങ്കിലും ചെയ്യണ്ടേ? പട്ടിൽ പൊതിഞ്ഞ ശകാരം ചെയ്യണ്ടേ? DGPയോട് വിളിച്ച് ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പറയണ്ടേ? പറഞ്ഞോ? എന്താ പറയാതിരുന്നത്? എന്താണ് അന്വേഷണ ഉത്തരവിടായിരുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് പോയത്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് പോയത്. ഇല്ലെങ്കിൽ പിണറായി വിജയനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു. നിങ്ങൾ പറയണം, നിങ്ങളുടെ നേതാവാണ്, നിങ്ങളുടെ നേതാവ്. അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള അദ്ദേഹത്തിന്റെ കീഴിൽ വിശ്വസ്തനായി പ്രവർത്തിക്കുന്ന ഒരാൾ RSSന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെയും RSS നേതാക്കന്മാരെയും തുടർച്ചയായി അവരുമായി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അയാളെപ്പോഴും തുടരല്ലേ? ലോ ആൻഡ് ഓർഡർ അയാളെ കൺട്രോളല്ലേ? ലോ ആൻഡ് ഓർഡർ കൺട്രോളല്ലേ? അയാളെ കൺട്രോളല്ലായിരുന്നു. 4-ാം തീയതി ഞാൻ ആരോപണം ഉന്നയിച്ചു. 25-ാം തീയതി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇപ്പോഴാണോ പിണറായി വിജയൻ അന്വേഷണത്തിന് ഉത്തരവിടുന്നത്? സെപ്റ്റംബർ 25-ാം തീയതി 2023 മെയ് 22-ൽ നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച്, ജൂൺ 1-ാം തീയതി തിരുവനന്തപുരത്ത് നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് 16 മാസം കഴിഞ്ഞിട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ ആ അന്വേഷണത്തെ പ്രഹസനം എന്നല്ലാതെ ഞങ്ങൾ എന്ത് വിളിക്കും? അതാണ് ചോദ്യം. വളരെ സിമ്പിളാണ്. അപ്പൊ അത് പോയത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് സെൻട്രൽ ഏജൻസീസിന്റെ കേസുകളുണ്ട്. ആ കേസുകൾ ഒത്തുതീർപ്പാക്കണം. അതിന് BJPയുമായി ധാരണയുണ്ടാക്കി. ഞങ്ങൾ ആദ്യമായിട്ടല്ലല്ലോ പറയുന്നത്. there is an unholy nexus between BJP and CPM in കേരള. ഞങ്ങൾ നിങ്ങളുടെ ദേശീയ നേതൃത്വത്തെക്കുറിച്ച്, സീതാറാം യെച്ചൂരിയെക്കുറിച്ച് ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചു. ഞങ്ങളുടെ കേരള ലീഡേഴ്സാണ് ഈ ബന്ധം. സാർ, ഈ ഉദ്യോഗസ്ഥന്മാര് ഇതിനു മുൻപും തെറ്റായ വഴികളിലൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കെതിരായി പരാതി നൽകിയപ്പോൾ ആരാണ് പത്രപ്രവർത്തകരെ വിട്ടത്? തട്ടിക്കൊണ്ടുപോയില്ലേ വിജിലൻസ്? സരിത്ത് എന്ന് പറയുന്ന അയാളുടെ ഫോൺ മേടിച്ചില്ലേ? അതിനെ സംബന്ധിച്ച് ആക്ഷേപം വന്നപ്പോൾ ഇദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടർ പദവിയിൽ നിന്ന് മാറ്റി. മുഖ്യമന്ത്രിയെ സഹായിക്കാനല്ലേ പോയത്? സ്വപ്ന സുരേഷിന്റെ കൂട്ടുകാരന് പോലീസ് തട്ടിക്കൊണ്ടുപോയി ഫോൺ മേടിച്ചെടുത്തത്. എന്നിട്ട് വിജിലൻസ് ആരോപണം ഉയർന്നപ്പോൾ വിജിലൻസ് ഡയറക്ടർ പദവിയിൽ നിന്ന് മാറ്റി. എന്നിട്ട് എന്താ ചെയ്തത്? എന്നിട്ട് നേരെ വെച്ചത് അതിനേക്കാൾ ഉത്തരവാദിത്വമുള്ള അഡീഷണൽ DGP ലോ ആൻഡ് ഓർഡർ. അദ്ദേഹം RSS നേതാക്കന്മാരെ
കാണുന്ന ആളാണോ പോയി നടന്ന്? ഇപ്പൊ വത്സൻ തില്ലങ്കേരിയെ പോയി മണിക്കൂറുകളോളം വയനാട്ടിൽ ചർച്ച നടത്തി. വത്സൻ തില്ലങ്കേരി, റാം മാധവ്, ദത്താത്രേയ ഹൊസബല ഇപ്പൊ എങ്ങോട്ടാ മാറ്റിയത്? CPI-ക്കാർ വേണ്ടിയിരിക്കുന്നത് ആശ്വസിച്ചിരിക്കുക. എങ്ങോട്ടാ മാറ്റിയത്? RSSന്റെ ചുമതലയിൽ നിന്ന് ബറ്റാലിയന്റെ ചുമതലയിലേക്ക് മാറ്റി അല്ലേ നടന്ന്? ഒരു റൊട്ടീൻ ട്രാൻസ്ഫർ. എന്ത് നടപടിയാ? ഇവിടെ ചോദിച്ചല്ലോ, ആ നടപടി ശംസുദ്ദീൻ ചോദിച്ചല്ലോ, ആ ഓർഡറിൽ ഏതെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണോ മാറ്റിയത്? ഞങ്ങൾ മാറ്റിയില്ലേ എന്ന് ചോദിച്ചു. ഏതെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണോ മാറ്റിയത്? ആ ഓർഡറിൽ ഒരു റെഫറൻസ് പോലും ഇല്ലല്ലോ. റൊട്ടീൻ ട്രാൻസ്ഫർ. ഹി ഹാസ് കംപ്ലീറ്റഡ് ഹിസ് 2 years. അദ്ദേഹം മാറ്റി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പട്ടിൽ പൊതിഞ്ഞാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നിങ്ങൾ നടപടിയെടുത്തൊന്നും നിങ്ങൾ ആശ്വസിക്കണ്ട. അദ്ദേഹം ഇപ്പോഴും എത്ര കേസുകളുണ്ട് അദ്ദേഹത്തിനെതിരായി? ഇപ്പോ ഡിസ്പ്രപ്പോർഷനേറ്റ് ഇൻകം അല്ലേ, ഈ കേസ്, കൂരങ്കലക്കിയ കേസ്, നിരവധി. അൻവർ ഉന്നയിച്ച ആരോപണം നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി അല്ലേ പറഞ്ഞത്, അന്വേഷിക്കും. എല്ലാം ഒരു 1/2 ഡസനിലധിക കേസുകൾ, 2 കൊലപാതകങ്ങൾ, മാമി കേസ് അല്ലേ, പിന്നെ റിദാൻ കേസ് 3 പിന്നെ താമിർ ജിഫ്രി, പിന്നെ സ്വർണം പൊട്ടിച്ചു എന്നുള്ള ആരോപണം, സ്വർണം കള്ളക്കടത്തി നടത്തിയതിന് കൂട്ടുനിന്നുള്ള ആരോപണം. ഗുരുതരമായ ആരോപണങ്ങൾ വരുമ്പോഴും അദ്ദേഹം അവിടെ നിൽക്കുകയാണ്. ഒരു അന്വേഷണം ഇപ്പൊ നടക്കുന്നില്ല എന്ന് ആ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ DYSP എഴുതി കൊടുത്തപ്പോൾ അയാളെ സസ്പെൻഡ് ചെയ്ത് പറയാ, അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ്. അപ്പോ അതുകൊണ്ടാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. അതൊന്നും അജിത് കുമാറിന് ബാധകമല്ല. കാരണം അജിത് കുമാർ ചെയ്തിരുന്ന ജോലി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കലായിട്ടുള്ള അസൈൻമെന്റ്സ് ആണ് ചെയ്തിരുന്നത്. BJP നേതൃത്വവുമായിട്ടുള്ള ലിങ്കായിരുന്നു. സാർ അതിവിടെ വളരെ കൃത്യമല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ സുജിത് ദാസും നിങ്ങളുടെ MLA, ഭരണകക്ഷി MLA തമ്മിലുള്ള സംഭാഷണം പുറത്തു വന്നു. എന്തൊരു നാണക്കേടാണ്. അയാൾ കേരളത്തിലെ 3 SP-മാരെ കുറിച്ച് അതിശയം പറഞ്ഞു. ഒരു SP ADGP-യുടെ ഭാര്യ സഹോദരന്മാരാണ്. അവർക്ക് വേണ്ടി പണം ഉണ്ടാക്കിയാണെന്ന് ആരോട്? നാണം കെട്ടുപോയില്ലേ പോലീസ്? കേരളത്തിലെ നാണം കെട്ടുപോയില്ലേ? എന്നിട്ട് നിങ്ങൾ എന്ത് നടപടിയെടുത്തത്? നിങ്ങളുടെ സ്ട്രക്ചർ എന്താ? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് നിങ്ങൾ പറയും. ഞങ്ങൾക്കൊരു ബഹുമാനമൊക്കെ ഉണ്ട്. ഈ 25 ദിവസം വന്ന് ഒരു MLA നിങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരായി, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി നിരന്തരമായി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ നിങ്ങളുടെ CPM സെക്രട്ടേറിയറ്റ് എന്താ പറഞ്ഞത്? ക്ഷമിക്കണം, ദയവ് ചെയ്ത് ഇനി പത്രസമ്മേളനം നടത്തുന്ന അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പഴയ CPM ആണത്. ഡീജനറേറ്റ് ചെയ്തു നിങ്ങൾ. ആ പഴയ CPM ആണെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് ആരോപണം ഉന്നയിച്ചത്. ഞങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കോക്കസ് ഉണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വർണം പൊട്ടിക്കൽ, സ്വർണ്ണക്കള്ളക്കടത്ത്, ലഹരി മരുന്ന്, നിങ്ങൾക്ക് പൊളിറ്റിക്കൽ പാട്രണേജ് ഉണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് DGP RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. സാർ അതെല്ലാം നിങ്ങളുടെ കൂടെയുള്ള ഒരു MLA വന്ന് അടിവരയിട്ട് സാറ് തന്നില്ലേ? സാറിപ്പോൾ CPM BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിനെ BJP-യുടെ പ്രസിഡന്റിനെ നിങ്ങൾ കൊലപ്പണ കേസിൽ സഹായിച്ചു എന്ന് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു. അത് ഞാൻ പറയാം, 150 കോടി ഞാൻ പറയാം. ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു. ആരെക്കുറിച്ച്? BJP പ്രസിഡന്റിനെ കൊലപ്പണ കേസിൽ നിങ്ങൾ സഹായിച്ചു. സാർ വീണ്ടും മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസ് ഇവിടെ ശംസുദ്ദീൻ വായിച്ചല്ലോ. എന്തുകൊണ്ടാണ് സുരേന്ദ്രനെതിരായ കേസ് തള്ളിപ്പോയത്? പ്രോസിക്യൂഷൻ 1 വർഷത്തിനകം കൊടുക്കേണ്ട ചാർജ് ഷീറ്റ് 17 മാസം കഴിഞ്ഞിട്ടാണ് കൊടുത്തത്. കോടതി പറഞ്ഞു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇയാളെ ഡിസ്ചാർജ് ചെയ്യാൻ ഞാൻ നിർബന്ധിതരായിരിക്കുന്നു. നിയമം അനുവദിക്കുന്നില്ല. IPC-യുടെയും CRPC-യുടെയും വകുപ്പ് പറഞ്ഞു കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. 1 വർഷത്തിനകം സുരേന്ദ്രനെതിരെ കൊടുക്കേണ്ട ചാർജ് ഷീറ്റ് 17 മാസം കഴിഞ്ഞ് കൊടുത്ത് അയാളെ രക്ഷിക്കാൻ നിങ്ങൾ ആരാ ശ്രമിച്ചത്? അയാളെ രക്ഷിക്കാൻ. എന്നിട്ട് നിങ്ങളൊരു കണ്ടോണേഷൻ പെറ്റീഷൻ, അതായത് വൈകിപ്പോയി, ക്ഷമിക്കണം, കോടതി തരണം എന്ന് പറഞ്ഞാൽ അത് ഡിലേ കണ്ടോൺ ചെയ്യാനുള്ള ഒരു പെറ്റീഷൻ പോലും നിങ്ങൾ കൊടുത്തില്ല എന്ന് ഈ ജഡ്ജ്മെന്റിൽ എഴുതിയിരിക്കുന്നു. നിങ്ങൾ ആരുടെ കൂടെയാണ്? അതാണ് ചോദ്യം. നിങ്ങൾ ആരുടെ കൂടെയാണ് എന്ന ചോദ്യം.